ക്രിക്കറ്റോസ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് ഡബിൾ ഹെഡറാണ്. രണ്ടാമത്തെ മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ചെന്നൈ സൂപ്പർ കിങ്സും. ചെന്നൈക്ക് ഇന്ന് വിജയിച്ചേ പറ്റൂ. രണ്ട് കളിയും അവര് അസലായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. കാരണം അവർ ആദ്യത്തെ കളി രാജസ്ഥാനോട് പൊട്ടി, മിന്നാന്ന് പഞ്ചാബിനോടും പൊട്ടി. പഞ്ചാബിനിടയ്ക്ക് 200 റൺസ് ഒക്കെ എടുത്തു എന്ന് പറയും, പക്ഷെ അവർ അനായാസമായിട്ട് വിജയിച്ചു പോയി. ഈ ബൗളിംഗ് നില വെച്ചിട്ട് അവർക്ക് എവിടെ എത്താൻ പറ്റില്ല. ഇന്നും RCBനെ പോലെ മികച്ചൊരു ബാറ്റേഴ്സ് ഉള്ള സ്കോഡിനോട് മുട്ടുമ്പോൾ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിൾ വലിയ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പൊ CSK ബൗളേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ടെസ്റ്റാണ്. കാരണം RCB ബാറ്റേഴ്സിനോട് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. കാരണം ഇപ്പൊ അക്കീൽ ഹുസൈൻ കളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം RCB കളിക്കുന്നു. ചിന്നസ്വാമിയിൽ സ്പിന്നേഴ്സ് ഒന്നും വലിയ ഇമ്പാക്ട് ഒന്നല്ല. അപ്പൊ അദ്ദേഹം കൂടി ഇറങ്ങിയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ ഇപ്പൊ പുറത്തിരിക്കുമെന്ന് അറിയാം. കാരണം കഴിഞ്ഞ കളി ഇപ്പൊ 2 വിദേശ മിസ്റ്റാണ് ചെന്നൈ കളിച്ചത്. നമ്മുടെ നൂർ അഹമ്മദും പിന്നെ വേറൊരു പ്ലെയർ, ആ പേര് ഓർക്കുന്നില്ലേ, എന്തായാലും ജെയിമി ഓട്ടം കളിച്ചിട്ടില്ല. നൂർ അഹമ്മദ് മാറ്റ് ഹെൻറിയാണ് കഴിഞ്ഞ കളി കളിച്ചത്. ഇപ്പൊ ചെന്നൈയുടെ കാര്യത്തിലേക്ക് വന്ന 2 കളിയും ചെന്നൈ ബാറ്റ് ചെയ്താണ് കഴിഞ്ഞ 2 കളി. അവർക്ക് ബോളിംഗിലാണ് പ്രശ്നം, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ബോളേഴ്സിന്. ഇത് അപ്പൊ കഴിഞ്ഞ കളിക്ക് ശേഷം എന്റെ യുവരാജ് കൃത്യമായിട്ട് പറഞ്ഞു, പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഒക്കെ ഉണ്ട്. കാരണം ബാറ്റേഴ്സ് ഫോമിലേക്ക് വന്നു, ആയുഷ് മാത്രം ഫോമിലായി. അവരുടെ കോച്ച് ഫ്ലെമിംഗ് പറഞ്ഞില്ലേ, സഞ്ജുവിന് 2 ഗോൾ നേരിട്ടണ്ട, സഞ്ജുവിന് ടൈം കൊടുക്കണം, ടൈമൊക്കെ കൊടുക്കണം, ശരിയാണ്. പക്ഷെ ബൗളിങ് പരാജയപ്പെട്ടു പോകുന്നു. പഴയ ചെന്നൈയും അല്ല ഇപ്പത്തെ ചെന്നൈ എന്ന കാര്യം കൂടി ഇങ്ങനെ സംശയം ഉണ്ടായില്ലല്ലോ. പിന്നെ ഇപ്പൊ ചെന്നൈക്ക് RCBനോട് വലിയ റെക്കോർഡൊക്കെ ഉണ്ട്. പക്ഷേ അവസാനത്തെ വരുമ്പോൾ 2-3 സീസൺ എടുത്ത് ഡൊമിനൻസ് RCBക്കാണ്. 2023 ആവട്ടെ, 24 ആവട്ടെ, 25 ആവട്ടെ, 3 സീസണും ഡൊമിനൻസ് ചെയ്യുന്ന RCB തന്നെയാണ്. പിന്നെ ചെപ്പോക്കിൽ 2008 ശേഷം RCB ആദ്യമായിട്ട് ജയിക്കുന്നുണ്ടില്ലേ കഴിഞ്ഞ സീസണിൽ. ഇന്നിപ്പോ കളിച്ചിന്റെ സമയമാണ് എന്ന് മറക്കുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോ RCB SRHനെ ചേസ് ചെയ്തിട്ടാണ് വരുന്നത്. അവരെടുത്ത് 200 റൺസ് ഒക്കെ അവർ നിഷ്പ്രയാസം ചേസ് ചെയ്തു. RCBയുടെ ബാറ്റിംഗ് ദേവദത്ത് പടിക്കലും ഇന്ന ഫോമിലാണ്. വിരാട് കോഹ്ലിയുടെ പ്രകടനം എടുത്ത് പറയേണ്ടതല്ലേ, അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതല്ലേ ഞാൻ. പിന്നെ രജത് പട്ടിഡാറായാലും നമ്മുടെ റൊമാരിയോ ഷെപ്പേർഡും ടിം ഡേവിഡും വിൽസാൾട്ടൊക്കെ ഇടങ്ങുന്ന ടീമല്ലേ. ആ ടീമിനോടാണ് CSKയുടെ ദുർബലമായ ബൗളേഴ്സ് എങ്ങനെ അറിയുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നിപ്പോ CSK 250 റൺസ് പഞ്ചാബിന്റെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അവർ ഈസി ആയിട്ട് തന്നെ ചേസ് ചെയ്തുകൊണ്ടിപ്പോയില്ലേ. ആദ്യത്തെ കളി അവരെടുത്ത് 120 റൺസാണ് ചെന്നൈ രാജസ്ഥാന്റെ അപ്പുറം. ആ കളിയും രാജസ്ഥാൻ അനായാസം ജയിച്ചു. അപ്പൊ CSKക്ക് പ്രശ്നങ്ങളുണ്ട്. അവരുടെ കോച്ചും ക്യാപ്റ്റനും ഒക്കെ തുറന്ന് സമ്മതിച്ച കാര്യമാണ്. MSDക്ക് പരിക്കാണ്, അദ്ദേഹം ഇന്നും കളിക്കാൻ സാധിക്കില്ല എന്നാണ് പുറത്തൊരു റിപ്പോർട്ട്. അപ്പൊ അദ്ദേഹം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഗുണമാവും CSK. കാരണം അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളൊന്നും പഴയ പോലെ തന്നെ ആയിരിക്കും, പക്ഷെ ബാറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ RCBയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരിപ്പോ ഇന്നിപ്പോ ടിം ഡേവിഡിന് വേണ്ടി ജേക്കബ് ബെത്തലിനെ ഇറക്കുമോ എന്ന് കണ്ടിരണം. പക്ഷെ ഒറ്റ കളിയെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. പിന്നെ CSKയുടെ ബോളിംഗിൽ സെഞ്ചുറി വെച്ചാൽ അക്കീൽ ഹുസൈൻ ഓവർ 2 പ്ലെയറിൽ കളിപ്പിക്കുമോ എന്ന് തന്നെ അറിയണം. കാരണം കഴിഞ്ഞ കളി 2 വിദേശി കളിച്ചിട്ടുള്ളൂ. പിന്നെ ഹേസൽവുഡിന്റെ കാര്യം, ഹേസൽവുഡിന് ഇഞ്ചുറി ആണ്, അദ്ദേഹം കളിക്കില്ല. അദ്ദേഹത്തിന് പകരം വന്ന ജേക്കബ് ഡഫിയാണ് കഴിഞ്ഞ കൊല്ലം സ്റ്റാർ ഓഫ് ദ മാച്ച്. പിന്നെ ജിതേഷ് ശർമ്മയും ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഹേസൽവുഡിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല. RCB ആവുകൊണ്ട് സെയിം സ്കോഡ് വെച്ച് ഇറങ്ങാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. പിന്നെ ചെന്നൈയുടെ കാര്യത്തേക്ക് വന്നാൽ ചെന്നൈ ഇപ്പൊ ഓരോ കളി മാറ്റുന്നുണ്ട്. കഴിഞ്ഞ കളി കളിച്ച ടീമിൽ ആദ്യത്തെ കളി മാറ്റി അങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം. ഇപ്പവും ഒരു ഉറപ്പില്ല ആര് ഇറക്കണം, ആരാണ് പ്ലെയർ കൺസിസ്റ്റന്റ് കളിക്കുന്ന ഒരു ഉറപ്പില്ല. ബാറ്റിംഗ് നോക്കണം നിങ്ങൾ. ആദ്യത്തെ കളി സാംസണും നമ്മുടെ ജേക്കോ ഓപ്പൺ ചെയ്തു, എന്താണ്ടത് ഫ്ലോപ്പായി. 1 ഡൗൺ എന്ന മാത്രമേ ഫ്ലോപ്പായി. ആദ്യത്തെ കളിയുടെ കാര്യമാണ്. പിന്നെ മാത്യു ഷോട്ടും അദ്ദേഹവും ഫ്ലോപ്പായി. ശിവന്റെ വേറെ പ്രതീക്ഷയോടെ ഉണ്ടെന്ന പ്ലെയറാണ്. ശിവന്റെ ഒന്നും കാര്യം സാധിച്ചിട്ടില്ല. പിന്നെ 14.5 കോടിയിൽ 2 പ്ലെയറില്ലേ, പ്ലെയറിനെ കുറ്റം പറയുന്നതല്ല, പക്ഷെ അവര് ആണ് ഇവരുടെ പ്രതീക്ഷ വെച്ച് എടുത്ത ടീമാണ് ഇവര്. കഴിഞ്ഞ കളി പ്രശാന്ത് 7 ഗോൾ 6 അതിന് മുമ്പത്തെ കളി കളിച്ചിട്ടില്ല. കാർത്തിക് ശർമ്മ കഴിഞ്ഞ 2 കളിയും 5 റൺസിന് താഴെയാണ്. പിന്നെ ജെമി ഓട്ടം കുറിച്ച് കളിച്ചു. കഴിഞ്ഞ കളി ആയുഷ് മാത്രമേ കുറച്ച് അടിയുണ്ടായി. സർപ്രസ് ഞാൻ കമ്മിയൊന്നും മറക്കുന്നില്ല. സർപ്രസ് ഇന്നും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർപ്രസ് മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അത് CSK അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ
സി എസ് കെ ശരിക്കും സർഫാസിനെ വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആ കാര്യം സർഫാസിനെ നിങ്ങൾ നമ്പർ 6 ഒക്കെയാണ് ഇറക്കുന്നത്. അദ്ദേഹത്തിന് നമ്പർ 4 ഇറക്കൂ. കളി സർഫാസ് ഒറ്റയ്ക്ക് ഓടിക്കും. പിന്നെ ഇപ്പൊ ഡെവലപ്ഡ് പ്രവിസ് അദ്ദേഹം ഇന്നും കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ്. പ്രവിസ് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ചാൻസ് സി എസ് കെക്ക് ഉണ്ട്. ബാറ്റിംഗ് അപ്പോഴും ബോളിംഗ് പ്രശ്നമാണ്. പിന്നെ ചിന്നസ്വാമിയുടെ കാര്യം നമുക്കറിയാമല്ലോ. അവിടെ ഒരു വലിയ സ്കോർ വരും. ഒരു 220, 210 വരാൻ ചാൻസ് ഉണ്ട്. ബോളറിന് ഒരു അഡ്വാൻറ്റേജും കിട്ടാത്ത പിച്ചാണ് ചിന്നസ്വാമി. പ്രത്യേകിച്ച് സെക്കൻഡ് ഇന്നിങ്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സി എസ് കെ അത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 3ാമത്തെ പരാജയത്തിലേക്ക് സി എസ് കെ പോകും. ആർ സി ബി ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരല്പം സാധ്യത ചെന്നൈക്കുണ്ട്. പക്ഷേ എന്നാലും ആർ സി ബിയുടെ ബൗളിംഗ് അറിയാലോ. ഭുവനേശ്വർ കുമാറിന്റെ ഏത് കണ്ടീഷനും പ്രശ്നമല്ല. പിന്നെ ഇവരുടെ ബാറ്റിംഗ് അത്ര കൺസിസ്റ്റന്റും അല്ല. ഇപ്പൊ സഞ്ജു ഒന്നും കൺസിസ്റ്റന്റും അല്ല. അദ്ദേഹം ആദ്യത്തെ കളി ഫോം ഔട്ടായപ്പോൾ എല്ലാവരും പറഞ്ഞു അടുത്ത കളി ശരിയാവുന്നു. ഇപ്പൊ ഫോം ഔട്ടായി പറഞ്ഞു അടുത്ത കളി ശരിയാവുന്നു. ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കലല്ലേ പണി ഇവർക്ക്. പിന്നെ ഇവരുടെ ഇപ്പൊ സഞ്ജു സാംസൺ ഭുവനേശ്വർ കുമാറിന്റെ കാര്യം പറയാൻ കാരണം അറിയാം. IPL സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് ഭൂവി. 199 വിക്കറ്റ് എടുത്തു. ഇന്ന് അദ്ദേഹം വിക്കറ്റ് 200 വിക്കറ്റ് ആവും. യശ്വന്ത് ചഹലിന് ശേഷം 200 ജയിക്കുന്ന 2ാമത്തെ ബോളറായിട്ട് അദ്ദേഹം മാറും. പിന്നെ അദ്ദേഹം കാണിച്ചെന്നില്ല എങ്ങനെയാണ് പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും SRH പോലത്തെ എക്സ്പ്ലോസീവ് ബാറ്റേഴ്സിന് മുമ്പിൽ എങ്ങനെ പിടിച്ചിട്ടുണ്ടത്. SRHന്റെ ബാറ്റിംഗ് വരെ അറിയാലോ. അതേപോലെ എക്സ്പ്ലോസീവ് ബാറ്റേഴ്സിലെ സ്കോഡ് IPL ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഭുവനേശ്വർ കുമാറിന്റെ ആ പ്രകടനം എടുത്ത് പറയണം. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും അദ്ദേഹം പവർ പ്ലേയിൽ അന്ന് കൊടുത്തത് 2 ഓവറിൽ 15 റൺസാണ് അദ്ദേഹം കൊടുത്തത്. പവർ പ്ലേയില് ഡെത്ത് ഓവറിൽ കൊടുത്തത് 2 ഓവറിൽ 16 റൺസ്. അങ്ങനെ ടോട്ടൽ 4 ഓവറിൽ 31 റൺസ് അദ്ദേഹം കൊടുക്കുന്നുള്ളൂ. അത് നമ്മൾ നോക്കണം. ഇനിയിപ്പോ ഈസിലോട്ട് കൂടി വന്നാൽ ആർ സി ബി സ്കോഡ് വളരെ മികച്ച സ്കോഡായി മാറും. പിന്നെ സാംസന്റെ കാര്യത്തിലേക്ക് ഇപ്പോ ഗെയ്ക്വാദ് വരുന്നുണ്ട്. അദ്ദേഹത്തിന് സമയം കൊടുക്കണമെങ്കിൽ ഗെയ്ക്വാദും പറഞ്ഞു, ഫ്ലെമിംഗും പറയുന്നുണ്ട് സമയം കൊടുക്കാനെന്ന്. പിന്നെ MSD യുടെ കാര്യം പറയാൻ പറയുന്നത് MSD യുടെ കാര്യത്തിലേക്ക് വന്നാൽ ധോണി ഇപ്പോ ഈ മത്സരത്തിൽ കളിക്കില്ല. പക്ഷെ അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ വലിയ മത്സരം കളിക്കുമെന്നും ചെന്നൈയുടെ നായകൻ രുദ്രാജ് ഗെയ്ക്വാദും ക്യാപ്റ്റനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സഞ്ജു സാംസനെ പുറത്തിരുത്താണ് സാധ്യത അറിയില്ല. കാരണം സാംസൺ ഫോമൗട്ട് ആണെങ്കിൽ സാംസനെ പുറത്തിരുത്തും. പിന്നെ ചിന്നസ്വാമിയിൽ ചെന്നൈ കുറച്ച് റെക്കോർഡുകളുണ്ട്. പക്ഷെ ഇപ്പൊ 2-3 കൊല്ലമായിട്ട് ആർ സി ബിനെ കണ്ടാൽ മുത്തിടിക്കുന്ന CSK മാറിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് പറയണം. പിന്നെ ഭുവനേശ്വർ കുമാറിന് നല്ല റെക്കോർഡാണ് സഞ്ജുവിനെതിരെ. അദ്ദേഹത്തിന് 120 റൺസ് മാത്രം എടുക്കാൻ സാധിച്ചപ്പോൾ ഭുവിക്കെതിരെ ഏവറേജ് ആവട്ടെ 30, സ്ട്രൈക്ക് റേറ്റ് 126. പക്ഷേ ഓപ്പണർ പെയറായ രുദ്രാജ് ഗെയ്ക്വാദിനെയും ഭുവിക്കെതിരെ നല്ല റെക്കോർഡ് ഉണ്ട്. തിരിച്ചിട്ട് ഭുവിക്കെതിരെ അദ്ദേഹം അടിച്ചത് 48 ബോൾ 69 റൺസാണ് ഭുവിക്കെതിരെ അദ്ദേഹം അടിച്ചത്. പിന്നെ CSK യുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ CSKക്ക് IPL 2025 തൊട്ടിട്ട് ലോവസ്റ്റ് റൺ റേറ്റ് ആണ്. ലോവസ്റ്റ് റൺ റേറ്റ് ആണ് പവർ പ്ലേ 8.70. ആർ സി ബി ആവട്ടെ സെക്കൻഡ് ബെസ്റ്റ് ആണ് 9.94. അത് നമ്മൾ നോക്കണം. അപ്പോ രണ്ട് ടീമിനും പ്രശ്നങ്ങളുണ്ട്. CSK ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആർ സി ബിയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൗളിംഗിൽ ഫീൽഡിലുള്ള പ്രശ്നമുണ്ട്. ജേക്കബ് ഡെഫിക്ക് ഇപ്പോ ബാംഗ്ലൂരിലെ പിച്ചിലാണ് കഴിഞ്ഞ കളിയും കളിച്ചത്. ഇക്കളിയും അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാണാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആരാധകർ. പിന്നെ അവസാനം കളിച്ച 6 കളിയിലും 4 കളിയും ഫേസിംഗ് ടീമാണ് ജയിച്ചത്. പക്ഷെ അവിടെ 6 കളിയിലും 200% ഓട്ടം വെച്ചിട്ടുണ്ട്. എല്ലാ കളിയും 200 മുകളിൽ ജയിച്ചാണ് ചിന്നസ്വാമിന്റെ പിച്ച്. പിന്നെ രാത്രിയാണ് കളയുകൊണ്ട് ടീം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ചേസ് ചെയ്യുന്ന ടീം ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ടീമിന്റെ പ്രോബബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ CSK യുടെ കാര്യം നോക്കാം നമുക്ക്. സഞ്ജു സാംസൺ ഗെയ്ക്വാദ് തന്നെ ഓപ്പണിംഗ് ചെയ്യും. ആയുഷ് മാത്രം നമ്പർ 3, സർഫറാസ് നമ്പർ 4, ശിവൻ ദുബെ നമ്പർ 5, കാർത്തിക് ശർമ്മ നമ്പർ 6, പ്രശാന്ത് നമ്പർ 7, നമ്പർ 8, മാറ്റ് ഹെൻറി നമ്പർ 9, നൂർ അഹമ്മദ് അല്ലെങ്കിൽ ഗുർജാപരീത് സിംഗ്. അത് പറയാനുള്ള കാരണം തരുമോ? ഇപ്പൊ ചിന്നസ്വാമിയിലെ പിച്ചില് ബൗളേഴ്സിന് അതായത് സ്പിൻ ബൗളിംഗ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാര്യമായിട്ട്. അതുകൊണ്ടാണ് അവർ ഗുർജാപരീത് സിംഗിനെ ഇറക്കാൻ സാധ്യത. പിന്നെ അൻഷുൽ കമ്പോ തന്നെ ജെറി ഓവർട്ടൺ, പിന്നെ കലീൽ അഹമ്മദ്, ഇമ്പാക്ട് വരെ രാഹുൽ ചാറയെ അക്കയിൽ വരും. എന്നാൽ മറുഭാഗത്തേക്ക് വന്നാൽ ഓപ്പണിംഗിൽ ദേവദത്ത് സ്പിരിസാൾട്ടും വിരാട് കോഹ്ലിയും കൂടി ഓപ്പൺ ചെയ്യും. DDP നമ്പർ 3 കളിക്കും. രജത് പട്ടിദാർ നായകൻ നമ്പർ 4 വരും. ജിതേഷ് ശർമ്മ നമ്പർ 5, ടിം ഡേവിഡ് നമ്പർ 6, റൊമാരിയോ ഷെപ്പർഡ് നമ്പർ 7, കൃണാൽ പാണ്ഡ്യ നമ്പർ 8, ഭുവനേശ്വർ നമ്പർ 9, അഭിനന്ദൻ സിംഗ് നമ്പർ 10, ജേക്കബ് ഡെഫി നമ്പർ 11. ഇമ്പാക്ട് ആയിട്ട് സുയാഷ് ശർമ്മ വരും. അതിൽ മികച്ച പോരാട്ടം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ മത്സരത്തിൽ നമ്മൾ കാണുന്ന RCB-നാണ് നമ്മൾ വിജയമായിട്ട് കാണുന്നത്. കൂടുതൽ വീഡിയോസ് വീണ്ടും എത്തുന്നതായിരിക്കും.